സർ, ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ തവണയാണ് ചോദ്യം ചെയ്യുന്നത്. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു വിശ്വാസമില്ല. വെറുതെ ഈ ഇങ്ങനെ കൊള്ളക്കാരെ മുഴുവൻ തുറന്നു വിട്ടു എന്നുള്ള ആശയം വന്നപ്പോൾ അന്ന് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം ചെയ്യലേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും പോവില്ല. ഏതായാലും 4-ാം തീയതിക്ക് ശേഷം UDF സർക്കാർ വരുമ്പോൾ ഇക്കാര്യം ഗൗരവത്തിൽ ഈ കേസ് അന്വേഷിക്കും. ഒരു കൊള്ള ചെയ്ത ഒരാളെ പോലും രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതെ, അവരൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. പ്രതികൾക്ക് ജാമ്യം കിട്ടും. ഇതൊരു തരം എന്താ പറയുക, ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള കളിയാണ്. ഞങ്ങൾക്ക് ഇവരെ ഒട്ടും വിശ്വാസമില്ല. 4-ാം തീയതിക്ക് ശേഷം UDF സർക്കാർ വരുമ്പോൾ ശക്തമായിട്ടുള്ള നിലപാടുകളുമായി ആ സർക്കാർ മുന്നോട്ട് നീങ്ങും. അല്ല, ചോദ്യം ഞങ്ങൾ ആ കേസ് ഈ ടീമിനെ കൊണ്ട് സത്യസന്ധമായ അന്വേഷണം നടക്കില്ല. അതാണ് UDFൻ്റെ നിലപാട്. അത് ഞാൻ പറയുന്നത്, സ്ട്രോങ് റൂമിൻ്റെ പരിസരത്ത് പോലും ആരും പോകാൻ പാടില്ല എന്നാണ് നിയമം. പിന്നെ എന്തിനാണ് ഈ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ടുള്ളൊരു മുറി അതിൻ്റെ അടുത്തെന്തിനാണ്? അത് ദുരൂഹതയുണ്ട്. പാർട്ടി വളരെ ഗൗരവത്തിലാണ് പാർട്ടിയും UDF അക്കാര്യം അന്വേഷിക്കുന്നത്. ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധ്യമല്ല. ഒന്ന് പറഞ്ഞാൽ ഒന്നാമത് മെറ്റീരിയൽ അടങ്ങിയ ഒരു മുറി അതിൻ്റെ അടുത്ത് തുറക്കാൻ പാടില്ല. ഇതിന് റൂളില്ല. പിന്നെ എന്താണ് സ്ട്രോങ് റൂം എന്ന് പറയുന്നത്? അതിൻ്റെ പരിസരത്ത് ആർക്കും പോകാൻ പാടില്ല. എൻ്റെ കൗണ്ടിങ്ങിൻ്റെ അന്ന് കാലത്ത് മാത്രമേ ഏജൻറ്റുമാരുടെ സാന്നിധ്യത്തിൽ ആ മുറി തുറക്കാൻ പാടുള്ളൂ. അതിനിടയ്ക്ക് എന്തിനാ മെറ്റീരിയൽസൊക്കെ അടുത്ത മുറിയിൽ കൊണ്ടുവച്ച് എന്തിനാ? അത് വളരെ ദുരൂഹതയുണ്ട്. ശക്തമായുള്ള അന്വേഷണം നടത്തണം. അതോടൊപ്പം തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ ശതമാനക്കണക്ക് പുറത്തു വിട്ടിട്ടില്ല. ഇപ്പോൾ എത്ര ദിവസമായി? 2 ആഴ്ചയായി. എത്ര പോളിംഗ് ശതമാനം വട്ടിയൂർക്കാവിൽ എത്രയുണ്ടെന്ന് എനിക്ക് പോലും അറിയാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവമാണ്. മൊത്തത്തിൽ ജനവിധി അട്ടിമറിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. LDF അല്ലല്ലോ തീരുമാനിക്കണ്ടേ? സ്ട്രോങ് റൂമിൻ്റെ അടുത്ത് ഒരു മുറിയും വയ്ക്കാൻ പാടില്ല, ഒരു മെറ്റീരിയൽസും വയ്ക്കാൻ പാടില്ല. അങ്ങനെ വെച്ചിട്ടെങ്കിൽ തന്നെ തുറക്കാൻ പാടില്ല. അതിൻ്റെ പരിസരത്ത് ആർക്കും പോകാൻ പാടില്ല. ഇത് LDF അല്ല തീരുമാനിക്കുന്നത്. ഇതാരും കുടുംബാവകയൊന്നുമല്ല. അല്ല, അതാ പറഞ്ഞത്, ഇതിൽ ദുരൂഹതയുണ്ട്. ഞാൻ പറഞ്ഞ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ജനവിധി അട്ടിമറിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ് ഇപ്പോൾ. അതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അല്ല, അദ്ദേഹം പറഞ്ഞ മറ്റൊന്നുമല്ല. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരാന്നുള്ളതിനെക്കുറിച്ച് CPM-കാർ അഭിപ്രായം പറയണ്ടല്ലോ. അപ്പോൾ അവർ തീരുമാനിച്ചു ഭരണം ഞങ്ങൾക്ക് തന്നെയാണ്. അല്ല, LDF ഇപ്പോൾ ആരാണ് പ്രതിപക്ഷ നേതാവെന്നുള്ളതിനെക്കുറിച്ച് അവർ ആലോചിക്കട്ടെ. മുഖ്യമന്ത്രി ആരാന്ന് UDF തീരുമാനിച്ചോളാം. അല്ല, അതിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി. ഇലക്ഷൻ കാലത്ത് തന്നെ അവിടെ സംഘർഷമായിരുന്നു. അതിപ്പോൾ ഇലക്ഷൻ കാലത്തുള്ള സംഘർഷത്തിൽ ഒരു പങ്ക് CPM-നും ഉണ്ട്. കാരണം ഇതിൻ്റെ തൊട്ട് മുമ്പ് എൻ്റെ വാഹനം തടഞ്ഞുകൊണ്ടാണ് പ്രശാന്ത് പ്രസംഗിച്ചത് അവിടെ. അത് ഞാനും എൻ്റെ മുന്നണിയും ആത്മസംയമനം പാലിച്ചില്ലായിരുന്നെങ്കിൽ ആദ്യത്തെ അടി അവിടെ നടന്നേനെ, കാച്ചാണിയിൽ. ഞാൻ പ്രസംഗിക്കുന്ന യോഗത്തിൽ അതിൻ്റെ മുമ്പിൽ വണ്ടി കൊണ്ടിട്ട് എൻ്റെ യാത്ര തടസ്സപ്പെടുത്തി അവിടെ സംഘർഷം ഉണ്ടാക്കിയപ്പോൾ പോലീസ് ഒന്നും ചെയ്തില്ല. പക്ഷേ ഞങ്ങൾ സംഘർഷത്തിലേക്ക് പോയില്ല. എന്നാൽ അത് LDFൻ്റെ പ്രചരണം നെട്ടയത്ത് എത്തിയപ്പോൾ സംഘർഷം ഉണ്ടായി. അവിടെ പോലീസ് തന്നെയാണ് അന്നും ഇന്നും കുറ്റം. പോലീസ് ഇതൊക്കെ നിയന്ത്രിക്കേണ്ട പോലീസാണ്. മാത്രമല്ല, ആരും മർദ്ദിക്കുന്ന രീതി ശരിയല്ല. 6ഓളം BJP പ്രവർത്തകരെ മർദ്ദിച്ചതും തെറ്റാണ്. ആ സംഘർഷം ഒഴിവാക്കാൻ ശ്രമിക്കാത്തതും തെറ്റാണ്. പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് ഗുരുതരമായിട്ട് വീഴ്ചയുണ്ടായിട്ടുള്ളത്. അല്ല, ഈ സാധാരണ വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിൽ ഞാൻ 8 കൊല്ലം MLA എന്നപ്പോൾ ഒരു സംഘർഷം ഉണ്ടായിട്ടില്ല. ഞാൻ ആരുമായിട്ട് യുദ്ധത്തിന് പോകാറില്ല. ഞാൻ അങ്ങനെ ആരെങ്കിലും സംഘർഷം ഉണ്ടെങ്കിൽ തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് സംഘർഷം വർദ്ധിച്ചിട്ടുണ്ട്. അതിലൊരു പങ്ക് പോലീസിനുമുണ്ട്. പോലീസ് തെറ്റ് ചെയ്യുന്നവരാരാണോ അവർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാടെടുക്കണം. അല്ല, അത് ശരിയല്ല. ആരും മർദ്ദിക്കുന്ന രീതി ശരിയല്ല. ഇന്ന് പത്രത്തിൽ കാണുന്ന ഫോട്ടോ ഒക്കെ ശരിയാണെങ്കിൽ പോലീസ് വളരെ ക്രൂരമായിട്ടുള്ള സമീപനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയെ രാഷ്ട്രീയമായിട്ട് വിമർശിക്കാം, രാഷ്ട്രീയമായിട്ട് നേരിടാം. അതിനു പകരം ഒരാളെ തല്ലിച്ചതച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം ഒരിക്കലും ഞാൻ അതിനോട് യോജിക്കില്ല.